ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വൈഗ. ഇന്ന് നമുക്ക് എങ്ങനെയാണ് മാതള നാരങ്ങ, അതായത് നാർത്തങ്ങ എന്നും പറയും, അതിൻ്റെ പച്ചടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് ആദ്യം ഒരു പാനിൽ നല്ലെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പില, വറ്റൽമുളക് എന്നിവ താളിച്ച് ഒരു 8-9 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് നന്നായിട്ട് ഇതിലോട്ടിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളി ഒന്ന് നന്നായി ഒരു ബ്രൗണിഷ് കളറായി വന്നതിന് ശേഷം ഒരു വെളുത്തുള്ളി, ഒരു 2-3 വെളുത്തുള്ളിയും അതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. വെളുത്തുള്ളിയും ഒന്ന് ഓക്കെ ആയി വരുമ്പോഴത്തേക്കും ഒരു ചെറിയ പീസ് ഇഞ്ചി കഷ്ണം, അത് ചതച്ചതോ അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞതോ കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടെ വഴറ്റുക. ഇത് ഇത്രയും ഒന്ന് വഴഞ്ഞ് വരുമ്പോഴത്തേക്കും ഒരു പച്ചമുളക് കൂടെ അതിൻ്റെ കൂടെ ചേർത്ത് വഴറ്റുക. അതിനുശേഷം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇതിത്രയും ചേർത്ത് നന്നായിട്ട് പൊടിയുടെ എല്ലാം ആ ഒരു പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റുക. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാർത്തങ്ങ ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒക്കെ എല്ലാ കഷ്ണങ്ങളിലും പിടിച്ച് വരുന്നത് വരെ നന്നായിട്ട് ആ എണ്ണയിലിട്ട് വഴറ്റുക. അതിനുശേഷം ഒരു നെല്ലിക്ക വലിപ്പമുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചത്, ആ പുളി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്ക് ചെയ്യുക. നാരങ്ങ നല്ല കയ്പുള്ള നാരങ്ങയാണെങ്കിൽ അതിൻ്റെ കയ്പ് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പുളിവെള്ളം ചേർക്കുന്നത്. പുളിവെള്ളവും ചേർത്ത് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടച്ച് വെച്ച് വേവിക്കുക. കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോഴത്തേക്കും നാരങ്ങ സ്പൂണ് വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക. നാരങ്ങ നല്ല വെന്തിട്ടുണ്ട് എങ്കിൽ അതിന് ശേഷം ഒരു നുള്ള് കായപ്പൊടിയും ഒരു നുള്ള് ഉലുവാപ്പൊടിയും ചേർത്ത് നന്നായിട്ട് ഇളക്കുക. അതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതിൻ്റെ കൂടെ തന്നെ ശർക്കര പൊടിച്ചതോ ബ്രൗൺ ഷുഗറോ 1-2 സ്പൂൺ ആവശ്യത്തിനുള്ള മധുരത്തിന് ആവശ്യമായിട്ടുള്ളത് കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കുക. നമ്മുടെ നാർത്തങ്ങ പച്ചടി റെഡി.